ഒരു ശരാശരി ആവറേജ് പേഴ്സണിൽ നിന്നും നിങ്ങളെ വേറിട്ട് നിർത്തുന്ന ചില പ്രധാന ഗുണങ്ങൾ നിങ്ങൾ സ്വയം ഉണ്ടാക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, സ്ട്രോങ് മൈൻഡ് സെറ്റ്. സെൽഫ് അവെയർനെസ്. സ്വയം അവബോധം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ശക്തി, ബലഹീനതകൾ, നിങ്ങളെ നയിക്കുന്നത് എന്താണെന്നും മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും സ്വയം അവബോധം വളർത്തിയെടുക്കുകയും ചെയ്യുക. രണ്ടാമത്തേതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഒരു വളർച്ചാ മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് മെച്ചപ്പെടുത്താനും മെച്ചപ്പെടാനും കഴിയുമെന്ന് എപ്പോഴും വിശ്വസിക്കുക. മൂന്നാമത്തേതാണ് ഇമോഷണൽ കൺട്രോൾ. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. പകരം നിങ്ങളുടെ വികാരങ്ങളെ സ്വയം നിയന്ത്രിക്കുക. നാലാമത്തേതാണ് റെസിലിയൻസ്. എന്ത് സംഭവിച്ചാലും നിങ്ങൾ തളരരുത്. നിങ്ങൾ പഠിക്കുക, പൊരുത്തപ്പെടുക, മുന്നോട്ട് പോവുക. സ്റ്റെപ്പ് 2, അൺഷേക്കബിൾ കോൺഫിഡൻസ്. ആത്മവിശ്വാസം വരുന്നത് കഴിവിൽ നിന്നാണ്. നിങ്ങൾ എത്രത്തോളം അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അത്രയധികം നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ലെങ്കിലും നടക്കുക, സംസാരിക്കുക, മറ്റുള്ളവരോട് പെരുമാറുക. ഒരിക്കലും അംഗീകാരം തേടരുത്. ആദ്യം സ്വയം വിശ്വസിക്കുക, മറ്റുള്ളവർ നിങ്ങളെ പിന്തുടരും. സ്റ്റെപ്പ് 3, പവർഫുൾ കമ്മ്യൂണിക്കേഷൻ. സ്പീക്ക് ക്ലിയർലി. വ്യക്തമായി സംസാരിക്കുക. തിരക്കില്ലാതെ, പിറുപിറുക്കാതെ, നേരിട്ടുള്ളതും ഇടപഴകാവുന്നതുമായിരിക്കുക. ബോഡി ലാംഗ്വേജ്. കോൺഫിഡൻ്റായി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക. ഐ കോൺടാക്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഓപ്പൺ ഗസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യുക. കരിസ്മ ആൻഡ് പ്രസൻസ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളുടെ ഊർജ്ജം അനുഭവപ്പെടുത്തുക. ആക്റ്റീവ് ലിസണിങ്. ആളുകൾ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായും ശ്രദ്ധിക്കുക. ചോദ്യങ്ങൾ ചോദിക്കുക. ആളുകളെ മനസ്സിലാക്കുക. സ്റ്റെപ്പ് 4, സോഷ്യൽ ഇൻ്റലിജൻസ്. റീഡ് പീപ്പിൾ. ആളുകളുടെ ശരീരഭാഷ, ടോൺ, വികാരങ്ങൾ എന്നിവ നിരീക്ഷിക്കുക. മാസ്റ്റർ സോഷ്യൽ ഡൈനാമിക്സ്. ശക്തി, സ്വാധീനം, പ്രേരണ എന്നിവ മനസ്സിലാക്കുക. അഡാപ്റ്റബിലിറ്റി. നിങ്ങളുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടാതെ വ്യത്യസ്ത സാമൂഹിക സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുക. സ്റ്റെപ്പ് 5, ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ്. നിങ്ങളുടെ സന്തോഷത്തിനോ വിജയത്തിനോ സാധൂകരണത്തിനോ മറ്റുള്ളവരെ ആശ്രയിക്കരുത്. സമപ്രായക്കാരുടെ സമ്മർദ്ദത്തിലല്ല, നിങ്ങളുടെ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളെ വിലപ്പെട്ടവരും കഴിവുള്ളവരുമാക്കുന്ന സ്കിൽസ് വളർത്തിയെടുക്കുക. സ്റ്റെപ്പ് 6, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെങ്ത്. നിങ്ങളുടെ ശരീരത്തെ പരിപാലിക്കുക, വ്യായാമം ചെയ്യുക, നന്നായി ഭക്ഷണം കഴിക്കുക, ആരോഗ്യവാനായിരിക്കുക. മെൻ്റൽ ഡിസിപ്ലിൻ. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുക. ഡിസ്ട്രാക്ഷൻസ്, ശല്യപ്പെടുത്തലുകൾ ഒഴിവാക്കുക. ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഫോക്കസ്ഡ് ആയിരിക്കുക. സ്റ്റെപ്പ് 7, ഹൈ വാല്യൂ സ്കിൽസ് ആൻഡ് നോളജ്. കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, ഫിനാൻസ്, ചർച്ചകൾ, പ്രശ്ന പരിഹാരം എന്നിവയിൽ നിങ്ങളെ മൂല്യവത്തായ കഴിവുകൾ പഠിപ്പിക്കുക. ജിജ്ഞാസയോടെ തുടരുക. പഠനം തുടരുക. എപ്പോഴും സ്വയം മെച്ചപ്പെടുത്തുക. സ്റ്റെപ്പ് 8, ലീഡർഷിപ്പ് ആൻഡ് ഇൻഫ്ലുവൻസ്. നിങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടി ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. വാക്കുകളിൽ മാത്രമല്ല, നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ ആളുകളെ പ്രചോദിപ്പിക്കുക. മറ്റുള്ളവർ ബഹുമാനിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന വ്യക്തിയായി മാറുക. സ്റ്റെപ്പ് 9, ഇമോഷണൽ ആൻഡ് സോഷ്യൽ സ്ട്രെങ്ത്. അമിതമായി നല്ലവരാകരുത്. അതിരുകൾ നിശ്ചയിച്ച് നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക. തിരസ്കരണവും പരാജയവും ഒരു ബോസിനെ പോലെ കൈകാര്യം ചെയ്യുക. അവയിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോവുക. ഒരിക്കലും മറ്റുള്ളവരിൽ നിന്നും വാങ്ങുന്ന ആവശ്യക്കാരോ ഒന്നിനും സാധിക്കാത്ത നിരാശകരോ ആവരുത്. നിങ്ങൾ മൂല്യം കൊണ്ടുവരുന്നു. ആളുകൾ നിങ്ങളുടെ സമയം സമ്പാദിക്കണം. സ്റ്റെപ്പ് 10, ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി. ദീർഘകാല വിജയത്തിൻ്റെ രഹസ്യം പ്രചോദനമല്ല, അത് അച്ചടക്കമാണ്. കാലക്രമേണ ചെറുതും സ്ഥിരവുമായ പ്രവർത്തനങ്ങൾ വലിയ ഫലങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ പോലും ദിവസവും സ്വയം തള്ളിക്കൊണ്ടിരിക്കുക. ഫൈനൽ റൂൾ, കൺട്രോൾ യുവർ ലൈഫ്. ഉയർന്ന മൂല്യമുള്ള ഒരു വ്യക്തി ജീവിതത്തോട് പ്രതികരിക്കുന്നില്ല, അവർ അതിനെ നിയന്ത്രിക്കുന്നു. ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക, നടപടിയെടുക്കുക, മെച്ചപ്പെടുത്തുന്നത് തുടരുക, ഒരിക്കലും അവസാനിപ്പിക്കരുത്. നിങ്ങൾ ഈ കാര്യങ്ങളിൽ പ്രാവീണ്യം നേടിയാൽ നിങ്ങൾ 99% ആളുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുകയും മറ്റുള്ളവർ അഭിനന്ദിക്കുകയും ബഹുമാനിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന ഒരാളായി മാറുകയും ചെയ്യും.